ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ പാനസോണിക് സ്മാർട്ട് എ സിയുടെ ആപ്പിനെ കുറിച്ചൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട്, അതായത് മിറായി ആപ്പ് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ചൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ പാനസോണിക് എ സിയുടെ റിമോട്ടാണത്. ഇത് ആക്ച്വലി എൻ്റെ ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റിമോട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഡിഫറൻസ് ആയിരിക്കും. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വാങ്ങിച്ചവർക്ക് ഒരു ചെറിയ റിമോട്ട് ആയിരിക്കും. അത് എൻ്റെ റൂമിൽ, എൻ്റെ വീട്ടിലുണ്ട്, അത് അമ്മയുടെ റൂമിൽ ആ സാധനമാണ്. പക്ഷേ ഞാൻ റൂമിൽ വെച്ചത് ഈ ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞ മോഡലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിമോട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സ്മാർട്ട് എന്നൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് അമർത്തി പിടിച്ചാലാണ് ഇതിൽ സ്മാർട്ട് മോഡ് എനേബിൾ ആവുക. അപ്പോൾ ഇതിൻ്റെ ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യൂസർ ഫ്രണ്ട്ലി ആപ്പ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാൻ അത്ര ഈസി അല്ല, ഡിഫിക്കൽട്ടോ സംഭവമൊന്നുമല്ല. സുഖമായിട്ട് തന്നെ ആർക്കും അത്യാവശ്യം ഒരു ഫോൺ മാനേജ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിറായി ആപ്പിൻ്റെ ഇത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ, ഞാൻ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഹോം സ്ക്രീൻ. ഞാനൊന്ന് കുറയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എ സി ഇപ്പോൾ ആക്ച്വലി ഓണാണ്, ഇതിപ്പോൾ കണക്റ്റഡ് ആയിട്ടില്ല. ഇതിപ്പോൾ എ സി എൻ്റെ ഓഫ്ലൈനാണ് കാണിക്കുന്നത്, ഇപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ടില്ല കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കിവിടെ ഓൺലൈൻ ഓഫ്ലൈൻ കാണിക്കും. ഇപ്പോൾ ഓഫ്ലൈൻ കാണിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ നമുക്ക് എത്ര ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സംഭവങ്ങളൊക്കെ കാണിക്കുക. ഇപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ എ സി കൺട്രോളിൻ്റെ ഒരു റൂം. ഞാനത് എന്ന് വെച്ചാൽ നമുക്കിത് കാണിച്ചു തരണമെങ്കിലേ ഇത്, അല്ലെങ്കിൽ നമ്മൾ ഇത് കുറെണ്ണം ചിലപ്പോൾ എനേബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഓഫ്ലൈനായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്കിത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഐക്കണും ഇത് നമ്മുടെ ഫാനിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ഐക്കണുമാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ പവർഫുൾ മോഡ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇവിടെ ക്ലീൻ ചെയ്യാനുള്ളത്, അതായത് നമ്മുടെ എ സി ക്ലീൻ ചെയ്യാനുള്ള ഒരു മോഡ് ഉണ്ട്, അത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എ സി ഡിസ്പ്ലേ, അത് നമുക്ക് ഡിസ്പ്ലേ ഓഫ് ചെയ്യണം. രാത്രിയൊക്കെ നമ്മൾ ഇടുമ്പോൾ ആ സാധനമാണ് ഇത് ഈ കാണുന്നത്, എ സി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ വെർട്ടിക്കൽ സ്വിങ്, അതായത് നമ്മുടെ സ്വിങ് കൺട്രോൾ ചെയ്യാനുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് നമ്മുടെ കൺവേർട്ട് മോഡൽ വരുന്നുണ്ട് കണ്ടോ. കൺവേർട്ട് മോഡൽ, അതായത് നമ്മുടെ കൺവേർട്ടബിൾ ആണല്ലോ ഇപ്പോഴത്തെ എ സി ഒക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെന്നേജ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. അതല്ലാണ്ട് നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ താഴെ കാണുന്നുണ്ടോ. ഞാൻ പ്രൊഫൈലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇതിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് 2 പ്രൊഫൈൽ എടുക്കുന്നുണ്ട്, വേറെ ഡിഫോൾട്ട് നടത്തില്ല. പിന്നെ ഇതിൻ്റെ മോഡലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എനർജി കൺസപ്ഷൻ കാണാൻ പറ്റുമല്ലോ. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലായിട്ട് ഉപയോഗിച്ച എനർജി, ആഴ്ചയിൽ ഉപയോഗിച്ച എനർജി, അതുപോലെ മന്ത്ലി ഉപയോഗിച്ച എനർജി, ഡെയിലി ഉപയോഗിച്ച എനർജി, കിലോ വാട്ട് അവറിലാണ് കാണുക കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഈ ആപ്പിൻ്റെ ഒരു ഫുൾ ഫീച്ചർ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് കണ്ടോ, ഇതാണ് ഹോം സ്ക്രീനിൽ വരിക. അപ്പോൾ ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇത്ര നേരം കണ്ട ഫീച്ചറൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ AMC, നമ്മുടെ എൻ്റെ പാനസോണിക്കിൻ്റെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ അതാണ് അപ്പുറത്ത് വരുന്നത്. നമുക്ക് AMC സർവീസ് ഷെഡ്യൂളിങ് അത് ചെയ്ത് കൂടെ. പിന്നെ 3ാമത്തെ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പ്രൊഫൈലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് കാർട്ടാണ്, ഇതിൽ കൂടെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫിൽറ്റർ അങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൽ കൂടെ വാങ്ങിയപ്പോൾ അതിൻ്റെ ഒരു കാർട്ടാണ്. ലാസ്റ്റാണ് നമ്മുടെ സെറ്റിങ്സും ഓർഡർ സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വെൽക്കം ടു മിറായി ആപ്പ്, ലോഗിൻ ടു പാനസോണിക് TV, അതുപോലെ തന്നെ ഫേംവെയർ അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഫേംവെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ. ഈ ഇത് കൂടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒന്നുമില്ല, കുറച്ച് ലൈസൻസ് ഡീറ്റെയിൽസ് സംഭവമൊക്കെയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ ഈ മിറായി ആപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ. ഇപ്പോൾ നമ്മുടെ വാറണ്ടി നമുക്കിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ വാറണ്ടി നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കും. അതുപോലെ തന്നെ AMC സർവീസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ആനുവൽ മെയിൻ്റനൻസ് സർവീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. പിന്നെ സർവീസ് നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അതാണ് ഒരു ഓവറോൾ വരുന്നത്. പിന്നെ നമ്മൾ ഏത് റൂമിലാണ് വെച്ചേക്കുന്നത്, ലിവിങ് റൂമിലാണോ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കണ്ടു. പിന്നെ നമുക്കിവിടെ പുതിയ ഡിവൈസ് ആഡ് ചെയ്യാനുള്ളതാണ് ഈ സാധനം കണ്ടു. അത് നമുക്ക് QR കോഡ് വെച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവൽ സെറ്റപ്പായിട്ടും വൈഫൈ സെറ്റപ്പ് ത്രൂവും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണിപ്പോൾ. പിന്നെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ സൈഡായിട്ട് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ആപ്പിനെ കുറിച്ച്. ഈസി ആപ്പാന്ന് തന്നെ പറയാൻ സത്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. എന്ന് വെച്ചാൽ അധികം ഇപ്പോൾ ടെക്കി അല്ല, അത്യാവശ്യം ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യാത്ത, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഈ സാധനം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി കൺസപ്ഷൻ തന്നെയാണ്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇവർ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നതാണ് ആക്ച്വലി ഇപ്പോൾ പാനസോണിക്കിൻ്റെ ഒരു എന്താ പറയുക അപ്ഡേറ്റിലൊക്കെ കണ്ടത്. അപ്പോൾ ഇനിയും മിക്കതും ആപ്പ് അപ്ഡേറ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനിതിൻ്റെ ഫ്രീ സർവീസ് ബുക്ക് ചെയ്തും ആപ്പിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അവർ അടുത്ത ദിവസം തന്നെ വിളിച്ചു, അപ്പോൾ തന്നെ വരും ചെയ്തിട്ട് അതുവരെ കാര്യം.
അപ്പോൾ അത്യാവശ്യം ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു ആപ്പ് എന്നൊക്കെ സാധനം പറയട്ടെ. അപ്പോൾ മിറായി ആപ്പ് നല്ല തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇഷ്ടം പോലെ സ്മാർട്ട് എ സികൾ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ എ സി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബി സ്മോക്ക് മോഡൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ്. പിന്നെ കാരിയറിൻ്റെ സ്മാർട്ട് എ സി വരുന്നുണ്ട്. ഡേക്കിൻ്റെയും എൽ ജിയുടെ ഒക്കെ അത്യാവശ്യം പ്രൈസ് കൂടും. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അതല്ലാത്ത മോഡലാണ് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നല്ല മോഡൽസുകളാണ്. പിന്നെ ബ്ലൂ സ്റ്റാറിൻ്റെ സ്മാർട്ടും അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഈ കുറച്ച് ബ്രാൻഡുകളാണ് ശരിക്കും സ്മാർട്ട് എ സി അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേക്കിൻ്റെ ആയാലും എൽ ജിയുടെ ആണെങ്കിലും സ്മാർട്ട് മോഡൽ വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്മാർട്ട് മോഡൽ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്മാർട്ട് മോഡലും എ സികൾ വേണമെന്നുണ്ടെങ്കിൽ പാനസോണിക്, സാംസങ് പുതിയത്, ബ്ലൂ സ്റ്റാറും കൊള്ളാം. പിന്നെ ലോയിഡ് ഉണ്ട്, ലോയിഡിൻ്റെ മോഡലുണ്ട്. പക്ഷേ അത് ഭയങ്കര എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് പോരാ വാല്യൂ. അതുകൊണ്ടാണ് നമ്മളത് ലോയിഡ് നമ്മൾ നോർമലി ഒരു 35 താഴെ 33 താഴെയൊക്കെ റേറ്റിലൊക്കെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്പെഷ്യലി എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഈ 2-3 മോഡലുകൾസാണ് നമ്മൾ ഇപ്പോൾ സ്മാർട്ട് എ സി നോക്കുന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആക്ച്വലി ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ആമസോൺ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ അടുത്ത് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലുമാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിച്ചാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടാ. അപ്പോൾ അടുത്ത് കാണാം.